അല്ല മൂലരാ ഇപ്പൊ ഒരു ട്രെൻഡാണ് ഈ കൂന്തള നിറക്കല് ഇതൊക്കെ. എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ അറിയില്ല എങ്ങനെ ഉണ്ടാക്കല്. പെണ്ണുങ്ങൾക്ക് അറിയില്ല, പെണ്ണുങ്ങൾക്ക് അറിയില്ല. ഇതിങ്ങനെ ആയിട്ട് മാത്രം കാര്യം ഇതിലേക്ക് മസാല വേണ്ട. എങ്ങനെ മസാല അതിനാണ് ഞാൻ ഈ പറഞ്ഞ ഈ സാധനമൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവുന്നത്. ഇതൊക്കെ ഇങ്ങനെ തൊളിച്ചെടുക്കുക, എല്ലാം തൊളിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാ, ഒരു ഭാഗത്ത് കൂട്ടിക്കുക. എന്നിട്ട് ഇത് നന്നായി ചെറുതാക്കി അരിയാ. അതേമാതിരി ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളി അത് ചെറുതാക്കി അരിയാ. അത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചിലര് മിക്സിയിട്ട് അടിച്ചൊക്കെ ചെയ്യും. അത് അടിച്ചാൽ കൊത്തി ചെറുതാക്കി കൊത്തി അരി ഇതും കൂടി കൂട്ടിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യാ, കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് അതിക്ക് ഈ പറഞ്ഞ വലിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് തക്കാളി കുറച്ച് മതി, കുറച്ച് തക്കാളിയും അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഒരു മിക്സ് കുറച്ച് ചമ്പന്തി ഉണ്ടാക്കാം. നമ്മള് കുമ്പോള് അങ്ങനെ കുമ്പോള്, അതായത് കുറച്ച് ഇഞ്ചി കണ്ടോ, കുറച്ച് തേങ്ങയും ചീരുള്ളിയും കുറച്ച് കറിവേപ്പില കറക്കല്. ആ കറക്കലുണ്ട് കറക്കിയിട്ട് എന്ത് ചെയ്യാം, അതും എന്നിട്ട് എന്ത് ചെയ്യാം, അതിങ്ങനെ ഡ്രൈ ആയി വരുമ്പോ അതും ആയി കിട്ടുകയാണെങ്കിൽ എടുക്കാം. അപ്പൊ ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് ഇതൊക്കെ കഴുകി നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരാം. ഇതൊക്കെ ആയി കിട്ടുന്ന ഡ്രൈ സാധനങ്ങളൊക്കെ ഇതിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക. മസാല ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഈ തുമ്പൊക്കെ ക്ലീൻ ആക്കി രസം ഇതിങ്ങനെ വെച്ചു കൊടുക്കുക. ആണെങ്കിൽ ചൊറുക്കിന് മനസ്സിലാണ്ടാ, ഇതില്ലാതൊരു കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു ഈർക്കെടുത്തിട്ട് ഇങ്ങനെ ഓട്ടിയിട്ട് ഇതാ ഇഷ്ടോട് കൂടെ വരും. അപ്പൊ ഇന്നലെ എന്ത് ചെയ്യാ, ഇങ്ങനെ ഓട്ടുക. മനസ്സിലായ ഇപ്പൊ കൂന്തൽ നിറച്ചു. ഇത് ഒരിക്കലും എണ്ണീട്ട് പൊരിക്കരുത്. കാരണം ഇവിടെ ഒക്കെ ദ്വാരങ്ങളും ഓട്ടകളും ഉണ്ട്. അപ്പൊ അതിലൂടെ കയറും. അവർക്ക് സ്റ്റീം ചെയ്തെടുക്കണം, അഥവാ ആവിക്ക് വേവിച്ചെടുക്കുക. നമ്മൾ ഇഡ്ലി ചെമ്പിലൊക്കെ വെച്ചിങ്ങനെ ആവിക്ക് വേവിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വീർത്തിങ്ങനെ വെക്കും. ഇതാണ് വെന്ത് കഴിഞ്ഞാൽ നേരെ എടുക്കുക, ഒരു പാത്രം എടുക്കുക. പാത്രത്തിന് കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് മസാല ഉണ്ടാക്കുക. അതായത് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഇതൊക്കെ ഇട്ടാൽ എന്ത് ചെയ്യുക, ഒരു പയമ്പ് ഉണ്ടാക്കുക. എന്നിട്ട് അയക്കിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇറങ്ങിപ്പോയത് ഒരു കപ്പിൽ ഓടിച്ചാലുള്ള തൊടി ഉണ്ടായി. അപ്പൊ ട്രൈ ചെയ്യും വിജയിച്ചു. അല്ല മൂലരാ ഇപ്പൊ ഒരു ട്രെൻഡാണ് ഈ കൂന്തള നിറക്കല് ഇതൊക്കെ. എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ അറിയില്ല എങ്ങനെ ഉണ്ടാക്കല്. പെണ്ണുങ്ങൾക്ക് അറിയില്ല, പെണ്ണുങ്ങൾക്ക് അറിയില്ല. ഇതിങ്ങനെ ആയിട്ട് മാത്രം കാര്യം ഇതിലേക്ക് മസാല വേണ്ട. എങ്ങനെ മസാല അതിനാണ് ഞാൻ ഈ പറഞ്ഞ ഈ സാധനമൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവുന്നത്. ഇതൊക്കെ ഇങ്ങനെ തൊളിച്ചെടുക്കുക, എല്ലാം തൊളിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാ, ഒരു ഭാഗത്ത് കൂട്ടിക്കുക. എന്നിട്ട് ഇത് നന്നായി ചെറുതാക്കി അരിയാ. അതേമാതിരി ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളി അത് ചെറുതാക്കി അരിയാ. അത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചിലര് മിക്സിയിട്ട് അടിച്ചൊക്കെ ചെയ്യും. അത് അടിച്ചാൽ കൊത്തി ചെറുതാക്കി കൊത്തി അരി ഇതും കൂടി കൂട്ടിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യാ, കുറച്ച്